ഓ ഇതാന്ന് അച്ഛൻ പറഞ്ഞ വാഴ പൊരിഞ്ഞു വീണത്. നല്ല കൊലയെന്നെ, മൂത്തിട്ടുണ്ടെങ്കിൽ നല്ല കൊലയാവട്ടെ കേട്ടാ. ഇതിന്റെ കാമ്പ് എടുക്കാൻ തോന്നും. തങ്കമ്മേല് പണിക്ക് പോയിട്ടുണ്ടാവും. തങ്കമ്മേ ഓയ് പണിക്ക് പോയിന് പോകും. ഇവളെന്താ പണിയെടുക്കുന്നത്? ഓ കാമ്പ് കൊത്തി എടുക്കുന്നല്ലേ. ഓ ഇന്ന് കാമ്പ് അറിയാനേ ആയിരിക്കും. കാമ്പ് കൊത്തേന്ന് അച്ഛൻ പറഞ്ഞ് നിന്റെ കാമ്പ് കൊത്തി എടുത്തോന്ന്. ഇത് കൊത്തിട്ട് തന്നെ വാ. ഓ അതും അനക്കോണിയാ. നീ എന്നാ അങ്ങോട്ട് മാറി ഞാൻ കൊത്താ. എന്നാ ഇന്നാ കൊത്ത്. നല്ല ആളാണ്. ആദ്യം കൊല കൊത്തി എടുത്തൂടെ? ആദ്യം തന്നെ കാമ്പാ കൊത്തുന്നു. നല്ല കൊല തന്നെ. ഒന്നും പറ്റൂലല്ലോ. ഉപ്പേരിയാക്കാക്ക. നല്ല കാമ്പുണ്ടാവും. ഇതാ ഒന്ന് തറവാട്ടം കൊടുത്തോട്ടാ. എനിക്ക് കാര്യം ചെയ്ത കുങ്ങുപ്പേരേക്ക പൊട്ടിച്ചോ. അല്ല അങ്ങോട്ട് ഞാൻ എടുക്കാം. നടക്ക്. അപ്പൊ നമ്മുടെ കായ്ക്കൊല ചള്ള് എല്ലാം ഉപ്പേരേക്കാനെ പറ്റുള്ളൂ കേട്ടാ. കൂമ്പ് കാമ്പ് വാഴ പൊട്ടി വീണാലും വെറും അച്ഛൻ പറഞ്ഞിട്ടേ കൊത്ത അച്ഛൻ പറയാണ്ട് കൊല ചള്ളാണ്. ഇതാടെന്നെ വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ മൂക്കട്ടെ കേട്ടാ. അച്ഛനെ വിളിക്കാറാ. അച്ഛോ അച്ഛാ ഒരു കാമ്പെടുത്തോ. ആ കൊലവത്തീനെ ആ പൊട്ടി വീണത്. ഓ അമ്മ കുളിക്കുന്നു കേട്ടാ. എന്നാ കൊലയുന്ന അത് കൂമ്പെടുത്തണേ. പിടിക്കുന്നേ കൂമ്പോണ അച്ഛനെ കൂമ്പോണ പൊട്ടിച്ച മതി അച്ഛാ. കായ് പിന്നെ മതി. പിന്നെ എടുക്കാം. കൈയാടെ വെച്ചാ പിന്നെ എടുക്കാം. കാമ്പെടുത്തോ. കായ് വൈകുന്നേരം എടുക്കട്ടാ. അമ്മ കുളിക്കുന്നല്ലേ. കൊത്തിയാൻ കിട്ടും നിങ്ങളെ. അങ്ങനെ വേറെ കൊത്താൻ കഴിയില്ല. കാമ്പെടുത്ത് ഇതാ ഇട്ട കത്തിയാളാണേ. പെത്തു ഇതാ പെത്തു. ആ കാമ്പെടുത്തോട്ടാ. ഓക്കെ സമയം ഇതാ ഒരുപാട് വൈകി. വേഗം കറിയാക്കി കൊണ്ട് കൊടുക്കണ്ടല്ലേ. അരിബന്ധുവാ നോക്കട്ടെ. കുറച്ചും കൂടി ഉണ്ട് അത്രേ. പിന്നെ ബവ്വിട്ട് അപ്പൊ ഓ ഇതെന്നോട് മല്ലിടാനല്ലേ പണി. ഇതാ ഇത്രയും പൊളിക്കാനുണ്ട് കേട്ടാ. ഇതാ അത്രേ ഉള്ളൂ. അത് പെണ്ണുങ്ങ ചെയ്തിട്ടെങ്കിൽ പിന്നെ അതിന്റെ എന്നോട് പറഞ്ഞു. ഇങ്ങനെ ആർക്കാ വട്ടത് പൊളിച്ചോണ്ടരാൻ. നോക്കറാ ഇതിനെക്കാട്ടി നല്ല വാഴന്റെ തടയോടെ കൊത്തിക്കൊണ്ടിരുന്നു. എന്റെ അമ്മയെ ഞാൻ കൊത്തിയാൻ പോലെ ഇപ്പൊ എന്നെ കുറ്റം പറയുന്നുണ്ടാ. അപ്പൊ നമ്മുടെ കാമ്പ് ഇനി ചെറിയ കഷ്ണാക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ കാമ്പ് മുറിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ചത് അല്ലേ. ചെറിയ കഷ്ണാക്കിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് 2 പച്ചമുളക് കീറിയത്, കുറച്ച് മഞ്ഞൾപ്പൊടിയെ, പാകത്തിന് ഉപ്പ്, വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഗ്യാസിലാക്കാൻ. അപ്പം നമ്മുടെ കാമ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 2-3 ചെറിയ ഉള്ളി, ലേശം പുളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, കുറച്ച്
മുളക് പൊടിയേ. നല്ല എരിവില്ല മുളക് പൊടിയാണത്. ഇത് ജാറിലിട്ടിട്ട് ഒന്ന് പെട്ടെന്ന് അരക്കേ. നല്ല പേസ്റ്റ് രൂപത്തൊന്ന് അരച്ചെടുക്കണം അല്ലേ. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ഇതെല്ലാം ഒഴിക്കണേ. അപ്പോൾ ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേ. അരക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം വെറ്റി നല്ല വൃത്തി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഓക്കെ. ഉപ്പുണ്ടോക്കിയൊന്ന്. ഉപ്പില്ലേ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. എന്താ കുറവാ? കുറച്ചും കൂടി ഉപ്പില്ല ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഉപ്പല്ലേ ഇല്ലേ? അപ്പോൾ ഇതെടുത്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് കാച്ചി വയ്ക്കാനുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് കുറച്ച് ചെറിയ ഉള്ളിയ, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഓക്കെ. അപ്പോൾ നമ്മുടെ കാമ്പ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. കാമ്പ് കറി ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇനി അച്ഛന് അമ്മക്കും കറി കൊണ്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്ക്. ഓക്കെ. നല്ല കറി തന്നെയല്ലേ. നല്ല കുറിയ കറിയാണ്. അച്ഛനോ ഇഷ്ടപ്പെടുമല്ലേ ഇങ്ങനത്തെ കറി? അച്ഛ കറി ഇതാ. കറി കാമ്പ് കറി നോക്കിയേ. നോക്കറ. എന്നാ പിന്നെ കഴിച്ചോ. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കലേ. അപ്പോൾ അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നില്ല. ഇവിടെ 11 മണിക്കാണ് ചായ കുടിച്ചിനി. എല്ലാ വീട്ടമ്മമാർ ഇങ്ങനെ തന്നെയാണ്. ഈ 11 മണിക്ക് ചായ കുടിക്കല് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ അധികം 10 മണി കഴിഞ്ഞിട്ട് ചായ കുടിക്കൂല്ലോ അധികം അല്ലേ. ചിലവർക്ക് അങ്ങനെ ഉണ്ട് തോന്നുന്നു. രാവിലെ കുടിക്കാൻ കഴിയില്ല. എനക്ക് നേരെ തിരിച്ചാണ്. എനക്ക് രാവിലെ ഞാൻ കുടിക്കും. പലഹാരവും വേണം. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ കാമ്പ് കറി ചാറ് വയ്ക്കും. അപ്പോൾ ഇന്നത്തെ കറി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കാമ്പ് കറി. അതുപോലെ തന്നെ ഇന്നലത്തെ കറിയാണ് കേട്ടോ ഇത്. ഇന്നലത്തെ മാന്ത. അതുകൊണ്ട് അച്ഛൻ കൊണ്ട് കൊടുത്തിട്ട് കേട്ടോ. അച്ഛൻ ഇന്നലത്തെ ഒന്നും കഴിക്കൂല അങ്ങനെ. അപ്പോൾ തൈരുണ്ട്. അപ്പോൾ നമ്മുടെ കൈപ്പക്ക കൊണ്ടാട്ടം 2 പപ്പടവും ഉണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് മോശമില്ല. ഇന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ്. പ്രായമില്ല വരുന്ന ഈ തലേന്നത്തെ ഭക്ഷണം കഴിക്കൂല അല്ലേ. ആദ്യം നമ്മുടെ കാമ്പ് കറി കുഴച്ച് കഴിച്ചു നോക്കട്ടെ. നല്ല കറിയാണേ. സൂപ്പർ. പപ്പടം കൂടെ എടുത്തിട്ടില്ല. കാമ്പ് കറി ഇട്ട് പൊട്ടിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് കുഴക്കുക, കഴിക്കുക. കൊണ്ടാട്ടം. മാന്ത.
കുറച്ച് തൈര് ഇതാ നമ്മുടെ കാമ്പ് കറിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. അതിലേക്ക് ഇതാ ഒരു പപ്പടം കൂടെ ഇങ്ങനെ വെക്കുക, പൊട്ടിക്കുക. എല്ലാം കൂടെ കുഴച്ചടിക്കുക. ഒന്നും പറയാനില്ല, കറി അടിപൊളി. എന്നാ പിന്നെ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ.